ഹലോ നമസ്കാരം. നമുക്കിന്ന് പപ്പായ കൊണ്ടൊരു നല്ലൊരു എരിശ്ശേരി കറി ഉണ്ടാക്കിയാലോ. നമ്മുടെ ഇവിടെ കർമൂസ എന്നാണ് ഇതിന് പറയുക. ചിലർ പപ്പായ എന്ന് പറയും, ചിലർ കപ്ലങ്ങ എന്ന് പറയും. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുകൊണ്ട് ഒരു എരിശ്ശേരി കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനൊരു പകുതി പപ്പായാണ് എടുത്തിരിക്കുന്നത്. അത് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അല്പം ചെറുപയറും കൂടെ ഇട്ടിട്ടാണ് ഞാനിന്ന് എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഒരു 3 പച്ചമുളക് കീറിയത്, പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം, ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നില്ല, അതിന് പകരം നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 5 or 6 വിസിൽ വരണം. നമ്മൾ വിസിലെടുക്കുന്നത് ചെറുപയറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ചിലത് പെട്ടെന്ന് വേവുന്നതായിരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുകയും ചെയ്യും. ഇതാവുമ്പോഴേക്കും നമുക്കൊരു തേങ്ങ എടുത്ത് അത് ചിരണ്ടി മിക്സിയിലിട്ട് ഒന്ന് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ച് അരച്ചെടുത്തതാണിത്. കുറച്ചൊന്ന് അരിഞ്ഞു കഴിയുമ്പോൾ നമുക്കൊരു 2 ചെറിയുള്ളിയും ഒരു അല്പം ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒരുപാട് നേരം അരയ്ക്കണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. നമ്മളിവിടെ ഒരു 4 വിസിൽ വന്ന് അടപ്പ് തുറന്നു നോക്കിയപ്പോൾ പയറ് വെന്തിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് വേവിക്കേണ്ടതുണ്ട്. ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിച്ചപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഒഴിച്ചു കൊടുക്കാം. തേങ്ങ ഒഴിച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് അല്പം കറിവേപ്പില കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഇത് നല്ലപോലെ തിളച്ച് വരുന്ന സമയത്ത് നമുക്കിത് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമുക്കിതിലേക്കൊരു വറവ് ചേർത്ത് കൊടുക്കാം. അതിനുവേണ്ടി ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് അല്പം വറ്റൽമുളകും ചെറിയുള്ളിയും കൂടെ ചേർത്ത് മൂപ്പിച്ചെടുക്കുക. ഏകദേശം ഈ കളറായി വരുന്ന സമയത്ത് അല്പം തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് ബ്രൗൺ കളറാക്കി എടുത്തിട്ട് നമുക്ക് ഈ വറവ് ഈ കറിയിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പപ്പായ എരിശ്ശേരി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടാതെ വിമർശനങ്ങൾ രേഖപ്പെടുത്താനും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.